നമസ്കാരം. ഒരൽപ്പം ആശ്വാസത്തിലും അഭിമാനത്തിലുമാണ് ഇപ്പോൾ യുക്രൈൻ ഉള്ളത്. ലോകരാജ്യങ്ങളിൽ ആയുധബലം കൊണ്ട് വമ്പന്മാരായ റഷ്യയെ കയറി ആക്രമിച്ചതാണ് അവരെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിത അടിയിൽ റഷ്യ പതറി എന്നത് ശരി തന്നെയാണ്. അതേസമയം അഭിമാനത്തിന് കോട്ടം തട്ടിയാൽ സകലതും മറന്നിറങ്ങുന്ന റഷ്യ യുക്രൈൻ നടപടിക്കൊത്ത മറുപടി ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇതാണ് ലോകരാജ്യങ്ങളെയും ഞെട്ടിക്കുന്നത്. റഷ്യയുടെ മൗനം തന്നെയാണ് ഏറ്റവും പേടിപ്പിക്കുന്നത്. അടിച്ച അതേ രീതിയിൽ തന്നെ റഷ്യ തിരിച്ചടിച്ചാൽ അന്ന് യുക്രൈൻ എന്ന രാജ്യത്തിൻ്റെ അന്ത്യമായിരിക്കും. കൂട്ടിന് കാര്യമായ പ്രബല ശക്തികളൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ഈ കടന്ന കൈക്ക് യുക്രൈൻ മുതിർന്നു എന്നുള്ളതാണ് ലോകത്തെ ഞെട്ടിച്ചത്. നാറ്റോയുടെയും പാശ്ചാത്യ ശക്തികളുടെയും ഇടപെടൽ ഇതിലുണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അപ്പോൾ പുടിൻ്റെ പ്രതികാരം യുക്രൈനിലേക്ക് മാത്രമായി ഒതുങ്ങുമോ എന്നും കണ്ടറിയണം. ഏതെല്ലാം രാജ്യങ്ങളുടെ കൈകൾ ഇതിന് പിന്നിലുണ്ടോ അവരെ എല്ലാം ബാധിക്കുന്ന തരത്തിലാകാം ഒരുപക്ഷെ റഷ്യയുടെ മറുപടി. മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കത്തിലേക്കാണോ കാര്യങ്ങൾ ചെന്നെത്തുന്നത് എന്ന ഭീതിയും ലോകത്തിനുണ്ട്. 18 മാസത്തോളമായി യുക്രൈൻ ആസൂത്രണം ചെയ്ത ഒരു ദൗത്യമായിരുന്നു ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്നാണ് പറയപ്പെടുന്നത്. വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണമാണ് യുക്രൈൻ റഷ്യയുടെ നിരവധി വ്യോമതാവളങ്ങൾക്ക് നേരെ നടത്തിയത്. അതിർത്തിയിൽ നിന്ന് ഏകദേശം 4000 കിലോമീറ്റർ അകലെയുള്ള സൈബീരിയയിലെ ഒരു വ്യോമതാവളത്തിലടക്കമാണ് ആക്രമണം ഉണ്ടായത്. യുക്രൈൻ സൈബീരിയയ്ക്ക് മുകളിലൊക്കെ ഡ്രോണുമായി എത്തുന്നത് ഇതാദ്യമായാണ്. ട്രോജൻ ഹോഴ്സ് മോഡൽ ആക്രമണമാണ് യുക്രൈൻ നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. റഷ്യയുടെ അത്യാധുനികവും വിശാലവുമായ പ്രതിരോധ കവചങ്ങളെ ഭേദിച്ച യുക്രൈൻ ആക്രമണം നടത്തി എന്നത് തന്നെ ഒരു അത്ഭുതമായിട്ടാണ് കാണുന്നത്. റഷ്യയ്ക്കും വലിയ നാണക്കേടാണ് ഇത് സമ്മാനിച്ചത്. ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ച FPV ഡ്രോണുകൾ അഥവാ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ മൊബൈൽ വുഡൻ ക്യാബിനുകളിൽ ഒളിപ്പിച്ച് ട്രക്കുകൾ വഴിയാണ് റഷ്യയിലേക്ക് കടത്തി യുക്രൈൻ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. ലക്ഷ്യസ്ഥാനത്തിനടുത്തെത്തിയപ്പോൾ ക്യാബിനുകളുടെ മുകൾ ഭാഗം തുറന്ന് അതിനുള്ളിൽ നിന്ന് ഡ്രോണുകൾ പറന്നുയർന്ന് സമീപത്തുള്ള വ്യോമതാവളങ്ങളെ കൃത്യമായി ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതാണ് ഈ രീതി. ട്രോയ് നഗരത്തിന്റെ പതനത്തിലേക്ക് നയിച്ച ട്രോജൻ ഹോഴ്സ് എന്ന മരക്കുതിരയ്ക്ക് അകത്ത് കയറി ഗ്രീക്ക് സൈനികർ നടത്തിയ മിന്നലാക്രമണത്തിനെ ഓർമ്മിപ്പിക്കുന്നതിന് തുല്യമാണ് ഈ ആക്രമണ രീതിയും. അതുകൊണ്ടാണ് ഇതിനെ ട്രോജൻ ഹോഴ്സ് മോഡൽ ആക്രമണമെന്ന് വിശേഷിപ്പിച്ചത്. ഡ്രോണുകളുടെ ലോകത്തിലെ വലുപ്പത്തിൽ ചെറുതായ ഡ്രോണുകളാണ് FPV ഡ്രോണുകൾ. ഇതിൻ്റെ മുൻവശത്ത് ഒരു ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടാകും. ഈ ക്യാമറയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ വീഡിയോ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് അറിയാനാകും. തത്സമയ ഫീഡ്ബാക്ക് വഴി ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ കഴിയുന്നു. ഏതാണ്ട് 117 ക്വാഡ് കോപ്റ്റർ FPV ഡ്രോണുകളാണ് ഈ ഓപ്പറേഷനായി റഷ്യയിലേക്ക് കടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇവയെ പ്രത്യേകം നിർമ്മിച്ച മരം കൊണ്ടുള്ള ക്യാബിനുകളിൽ സൂക്ഷിച്ച ലോറികളിലാണ് കൊണ്ടുപോയത്. പ്രത്യേക സ്ക്രീനോ മൊബൈൽ ഉപകരണമോ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന സ്റ്റാൻഡേർഡ് ഡ്രോണുകളിൽ നിന്ന് വ്യത്യസ്തമായി FPV സിസ്റ്റങ്ങൾ കുറഞ്ഞ ലേറ്റൻസി വീഡിയോ ഫീഡുകൾ ഉപയോഗിച്ച വലിയ ദൃശ്യങ്ങൾ പ്രകടമാക്കുന്നു. ഉയർന്ന റെസല്യൂഷൻ ഇമേജിങ്ങിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പരമ്പരാഗത UAV ക്യാമറകളിൽ നിന്ന് വ്യത്യസ്തമായി ക്വിക്ക് റെസ്പോൺസ് കിട്ടാൻ FPV ക്യാമറകൾ കുറഞ്ഞ ലേറ്റൻസിക്കും ഉയർന്ന ഫ്രെയിം റേറ്റുകൾക്കും മുൻഗണന നൽകുന്നവയാണ്. ഈ ക്യാമറകൾ സാധാരണയായി അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റലാണ്. ഡിജിറ്റൽ സിസ്റ്റങ്ങൾ അല്പം വർദ്ധിച്ച ലേറ്റൻസി ചിലവിൽ മികച്ച ഇമേജ് ഗുണനിലവാരം വാഗ്ദാനം ചെയ്യുന്നവയാണ്. വീഡിയോ ട്രാൻസ്മിറ്റർ റേഡിയോ ഫ്രീക്വൻസികൾ ഉപയോഗിച്ച പൈലറ്റിന്റെ മോണിറ്ററിലേക്ക് ദൃശ്യങ്ങൾ അയക്കാനും FPV വഴി സാധിക്കും. ഓൺബോർഡ് റിസീവറിലേക്ക് കമാൻഡുകൾ അയക്കുന്ന ഒരു റേഡിയോ കൺട്രോളർ ഉപയോഗിച്ചാണ് പൈലറ്റ് ഒരു FPV ഡ്രോണ് പ്രവർത്തിപ്പിക്കുന്നത്. അതിവേഗ വിമാനങ്ങൾക്ക് ഈ സിസ്റ്റത്തിന്റെ പ്രതികരണശേഷി നിർണായകമാണ്. FPV ഡ്രോണുകളിലെ AI സാങ്കേതിക വിദ്യയും എടുത്തു പറയേണ്ടതാണ്. നാവിഗേഷനായി GPS-നെ ആശ്രയിക്കാതിരിക്കുക എന്നതാണ് AI പവേർഡ് FPV ഡ്രോണുകളുടെ പ്രധാന സവിശേഷത. ഈ AI ഡ്രോൺ സംവിധാനമുള്ള ഒരൊറ്റ ദൗത്യത്തിന് ഏകദേശം $10,000 അതായത് 8.5 ലക്ഷം ചിലവാകുമെന്നാണ് കരുതുന്നത്. 300 മുതൽ 500 മടങ്ങ് വരെ ചിലവേറിയ ഒരു മിസൈൽ വിക്ഷേപിക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ചിലവാണ് ഇത് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്.
ആക്രമണത്തിൽ $700 കോടി നാശനഷ്ടം സംഭവിച്ചതായും നിരവധി യുദ്ധവിമാനങ്ങൾ നശിക്കപ്പെട്ടതായുമാണ് യുക്രൈൻ അവകാശപ്പെടുന്നത്. അതേസമയം ഇവാനോവോ, റിയാസാൻ, അമൂർ വിമാനത്താവളങ്ങളിലെ ആക്രമണങ്ങൾ വിജയകരമായി തടഞ്ഞുവെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ യുക്രൈൻ പറയുന്നത് ഈ ആക്രമണങ്ങളിൽ റഷ്യയുടെ 41 ബോംബർ വിമാനങ്ങൾ തകർത്തു എന്നാണ്. ഇതിൽ A-50 ഏർലി വാർണിംഗ് വിമാനങ്ങളും Tu-22, M3, Tu-95 എന്നിവയുൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. 100-ൽ താഴെ സ്ട്രാറ്റജിക് ബോംബ് വിമാനങ്ങളുള്ള റഷ്യയുടെ 40-ലധികം വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് റഷ്യയെ അങ്ങേയറ്റം പ്രകോപിതരാക്കിയിട്ടുണ്ട് എന്നത് സത്യമാണ്. ഇന്ന് ഗാസ കാണപ്പെടുന്ന അവസ്ഥയിലേക്ക് യുക്രൈൻ വീഴുമോ എന്നാണ് ലോകം പേടിക്കുന്നത്. ഹമാസ് ചെയ്തികൾക്ക് ഇസ്രായേൽ കാത്തിരുന്ന് തിരിച്ചടിച്ചപ്പോൾ ഗാസ നരകതുല്യമായി. അതേ സമീപനമാണ് റഷ്യ സ്വീകരിക്കുന്നതെങ്കിൽ അത് യുക്രൈൻ്റെ സർവനാശത്തിനാണ്. തൻ്റെ രാജ്യത്തിന് കോട്ടം സംഭവിച്ചാൽ അത് എത്രത്തോളം പുടിനെ വിരളി പിടിപ്പിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇത്രയും വലിയൊരു പ്രകോപനം യുക്രൈൻ നടത്തിയെങ്കിൽ അതിന് തക്കതായ മറുപടി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. യുക്രൈനെ പോലെ 1.5 വർഷത്തെ കാത്തിരിപ്പ് റഷ്യയ്ക്ക് ആവശ്യം വരില്ല. ഈ അടിക്ക് തിരിച്ചടി കൊടുക്കാൻ റഷ്യ ഇറങ്ങി തിരിച്ചാൽ പിന്നെ സമാധാനത്തിന് വേണ്ടി സെലൻസ്കി എത്ര നിലവിളിച്ചിട്ടും ആരുടെ കാല് പിടിച്ചിട്ടും കാര്യമില്ലാതെയാകും.